ഹായ് ഫ്രണ്ട്സ്, ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെ നമുക്ക് ഒരു വീഡിയോ കട്ട് ചെയ്യാം, വേറൊരു വീഡിയോ മെർജ് ചെയ്യാം. എളുപ്പമാണ്, ചെറിയൊരു ഡ്യൂറേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കൈൻമാസ്റ്റർ പ്രോ ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്ക്. അപ്പോൾ എൻ്റെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണല്ലോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. സംശയങ്ങളും അഭിപ്രായങ്ങളും നെക്സ്റ്റ് ഏതൊക്കെ വീഡിയോസ് ചെയ്യണമെന്നൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കൈൻമാസ്റ്റർ പ്രോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഡിജിറ്റിബിൻ എന്ന സൈറ്റിൽ പോയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. 87 MB ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നടുക്ക് കാണുന്ന പ്ലസ് എന്നതിൽ അമർത്തുക. പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അമർത്തിയ ശേഷം നിങ്ങളുടെ റേഷ്യോ സെലക്ട് ചെയ്യുക. എൻ്റെ വീഡിയോയുടെ റേഷ്യോ 16:9 ആയതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുന്നു. ശേഷം നമുക്ക് കട്ട് ചെയ്യേണ്ട വീഡിയോ, ഞാനിപ്പോൾ ഒരു ഡെമോ ഇട്ടു. ഇലകളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡെമോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് വേണ്ട സ്ഥലത്ത് കട്ട് ചെയ്യണം. സപ്പോസ് എനിക്ക് ഈ പൂക്കള ഭാഗത്താണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് താഴെ ഈ വരി കാണുന്നിടത്ത് നിന്ന് അമർത്തിയേക്ക്. എന്നിട്ട് വലത്ത് സൈഡിൽ മുകളിൽ ഇടത്തായിട്ട് കാണുന്ന കത്രികയുടെ ചിഹ്നം അമർത്തുക. സ്പ്ലിറ്റ് പ്ലേ ഹെഡ്, ആ ഓപ്ഷൻ അവിടെ കട്ട് ചെയ്യാനുള്ളതാണ്. ആ ഭാഗത്ത് കട്ട് ചെയ്താൽ ഇപ്പുറത്തത് അവിടെ കിടക്കും, ഇടത്തെ വശത്തതും അവിടെ കിടക്കും. ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് അതമർത്തി കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് ചെയ്ത ഭാഗത്തുനിന്ന് വലത്തോട്ടുള്ള ഭാഗം ഉണ്ടാവില്ല, ഇടത്തോട്ടുള്ള ഭാഗം ഉണ്ടാവും. അതേപോലെ തന്നെ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടുള്ള ഭാഗം ഉണ്ടാവില്ല, വലത്തോട്ടുള്ള ഭാഗം ഫുള്ളും ഉണ്ടാവും. അങ്ങനെയുള്ള ഡെമോ കാണിച്ചു തരാം. ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് ഞാൻ അമർത്തുന്നു. അടുത്തേക്കുള്ളത് കംപ്ലീറ്റ് പോയി. അതേപോലെ തന്നെ ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് അമർത്തി കഴിഞ്ഞാൽ അടുത്തേക്കുള്ളതും പോകും. സ്പ്ലിറ്റഡ് പ്ലേ ഹെഡ് അമർത്തി കഴിഞ്ഞാൽ നടുക്കുന്ന് മുറിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ നടുക്ക് ട്രാൻസിഷൻസ് ചേർക്കാം. ഞാൻ വേറെ വീഡിയോയിൽ അതിനെ വിവരിച്ച് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗമാണോ ഒഴിവാക്കേണ്ടത്, ഇത് വലത്താണോ ഇടത്താണോ, ഇതിവിടെ ആ ബാസ്ക്കറ്റിൻ്റെ ചിഹ്നം അമർത്തി ഡിലീറ്റ് ചെയ്യുക. ഞാൻ അടുത്ത് ഒഴിവാക്കി കാണിച്ചിരുന്നു. ശേഷം നമുക്കിതിൻ്റെ പുറകിൽ ആയിട്ട് വീഡിയോ ചേർക്കണമെങ്കിൽ ഇവിടുന്ന് തന്നെ മുകളിൽ കാണുന്ന മീഡിയ എന്നുള്ളത് അമർത്തുക. ശേഷം നമുക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്, നമ്മുടെ വീഡിയോ രണ്ടും മെർജായിട്ടുണ്ടാവും. നമുക്ക് അതേപോലെ തന്നെ നേരത്തെ കട്ട് ചെയ്ത വീഡിയോയുടെ അപ്പുറത്തെ വശത്താണ് വീഡിയോ ആഡ് ചെയ്യേണ്ടതെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെ വശത്തേക്ക് കൊണ്ടുപോയി നേരത്തെ ചെയ്ത പോലെ തന്നെ മീഡിയ അമർത്തുക, വേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം കൈൻമാസ്റ്റർ ട്യൂട്ടോറിയൽ ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ശേഷം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മുകളിലുള്ള ഒരു ആരോ മാർക്ക് അമർത്തി കഴിഞ്ഞാൽ വീഡിയോ എക്സ്പോർട്ട് ആവും, സേവ് ആവും. തൽക്കാലം ഞാൻ സേവ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ട റെസൊല്യൂഷനിൽ
സേവ് ചെയ്യാവുന്നതാണ്. 1050 പിക്സലാണെങ്കിൽ അൾട്രാ HD വരും, 720 ആണെങ്കിൽ HD വരും. അതിൻ്റെ താഴേക്ക് പിക്സലുകൾ കുറഞ്ഞു വരും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പാത്ത് വേണമെങ്കിൽ ആലോചിച്ച് വെച്ചോ. ഫയൽ മാനേജർ, ഫോൺ സ്റ്റോറേജിൽ കയറിയാൽ കൈൻമാസ്റ്റർ എന്നുള്ളൊരു ഫോൾഡർ കാണാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്നുള്ളൊരു ഫയൽ കാണാം. അതിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ സേവ് ചെയ്ത സാധനം സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരു ബൈ.